കാലത്തിന് ശേഷം നാം ചെയ്യേണ്ട സുന്നത്തുകളെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. നിസ്കാരം കഴിഞ്ഞ ഉടൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലത് കൈ ഉപയോഗിച്ച് നെറ്റിയും മുഖവും ഇങ്ങനെ തടവുമായിരുന്നു എന്ന് കാണാം. നിസ്കാര ശേഷം നെറ്റിയും മുഖവും തടവൽ സുന്നത്തുണ്ട് എന്ന് ലഫിഖിന്റെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നു. നിസ്കാര ശേഷം പ്രത്യേകമായും സുന്നത്തുള്ളതാണ് യുസന്നു ബഅദ സ്വലാത്തി ദിക്റു വദ്ദുആ. ദിക്റും ദുആയും സുന്നത്തുണ്ട്. ദുആഇന്റെ പ്രാധാന്യം കഴിഞ്ഞ തവണ നാം പറഞ്ഞു. വൽ അഫ്ദലു തഖദീമുഹുമാ അലാ റവാത്തിബിൽ ഫറാഇദ്. ഫർദ് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ റവാത്തിബ് നിസ്കരിക്കുന്നതിനേക്കാൾ മുമ്പ് ഇതൊക്കെ നിർവഹിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. നാം അങ്ങനെയാണ് പതിവ് നാം ചെയ്യാറുള്ളത്. വമഅ്സൂറുഹുമാ അഫ്ദൽ. ഈ ദിക്റ് ദുആയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ച ദിക്റും ദുആയും അത് അനുവർത്തിക്കലാണ് ഏറ്റവും സുന്നത്ത്. മറ്റു ദിക്റും ദുആയും ചെയ്താലൊക്കെ കൂലി കിട്ടുമെങ്കിലും ഖുർആനിൽ വാരിദായി വന്നത് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദിക്റ് ദുആകളുണ്ട്. ധാരാളം ദിക്റും ദുആയും നിസ്കാരത്തിന് ശേഷം പറഞ്ഞിട്ടുണ്ട്. എല്ലാം കൂടെ നമുക്ക് എടുക്കാൻ ചിലപ്പോൾ തിരക്കാവുന്നത് കൊണ്ട് സാധിക്കണമെന്നില്ല. എന്നാലും അതിപ്രധാനമായതൊക്കെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കണം. ويسن بعد كل مكتوبة أن يقرأ الفاتحة والإخلاص والمعوذتين وآية الكرسي والشهيد الله. ഈ പറഞ്ഞതൊക്കെ ഫാത്തിഹ ഓതുക, ഖുൽ ഹുവല്ലാഹു ഓതുക, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതുക, ആയത്തുൽ കുർസി പാരായണം ചെയ്യുക, ഷഹീദ അല്ലാഹു അന്നഹു എന്ന ആയത്ത് പറയുക. ഇതൊക്കെ സുന്നത്താണ്. ഇതെല്ലാം കൂടെ ഒന്നും ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് സമയം ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ബാക്കിയുള്ള മഅ്മൂമീങ്ങളെ കൂടെ പരിഗണിക്കണം. അവരെ ബുദ്ധിമുട്ടാക്കാത്ത രൂപത്തിലുള്ള അതിപ്രധാനമായതാണ് നമ്മൾ അതിൽ നിന്നൊക്കെ ചെല്ലാറുള്ളത്. അപ്പൊ ആയത്തുൽ കുർസി ചെല്ലാറുണ്ട്. ആയത്തുൽ കുർസിയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഖറഅ ആയത്തുൽ കുർസി ദുബറ കുല്ലി സ്വലാത്തി. എല്ലാ നിസ്കാര ശേഷവും ഒരാൾ ആയത്തുൽ കുർസി പതിവാക്കുന്ന ആളാണെങ്കിൽ, എപ്പോഴെങ്കിലൊക്കെ ചൊല്ലുന്ന ആളല്ല, എല്ലാ നിസ്കാര ശേഷം അദ്ദേഹം ആയത്തുൽ കുർസി പാരായണം ചെയ്യുന്നുവെങ്കിൽ ലം യംനഉ മിൻ ദുഖൂലിൽ ജന്നത്തി ഇല്ലൽ മൗത്ത്. അദ്ദേഹത്തിന് സ്വർഗപ്രവേശത്തിന് ഇനി തടസ്സമായി നിൽക്കുന്നത് മരണമാണ്, മരണമല്ലാതെ മറ്റൊന്നുമില്ലെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. നമ്മൾ മരിച്ചു കിട്ടിയാൽ മതി സ്വർഗത്തിലേക്കാണ്. ആയത്തുൽ കുർസി ചൊല്ലാൻ ഒരു മിനിറ്റ് മതി ആവശ്യം. അപ്പൊ നിസ്കാരം കഴിഞ്ഞാൽ വേഗത്തിൽ ഓടരുത്, അവിടെ ഇരുന്ന് ഒരു ആയത്തുൽ കുർസി ഓതുന്നവരായി നമ്മൾ മാറും. അതുപോലെ തന്നെ നിസ്കാരം കഴിഞ്ഞ ഉടനെ എന്താണ് ആദ്യം ചെയ്യേണ്ടത് എന്ന ചർച്ചയുണ്ട്. ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ, കൈകൊണ്ട് ഇങ്ങനെ തടവും, വലത് കൈകൊണ്ട് നെറ്റിയും മുഖവും താടി വരെ ഇങ്ങനെ തടവുമായിരുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞാൽ അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന ദിക്റാണ് ചൊല്ലാറുള്ളത്. അസ്തഗ്ഫിറുല്ലാഹൽ അദീം എല്ലാ നിസ്കാര ശേഷം കഴിഞ്ഞ ഉടനെ ഒരു 3 അസ്തഗ്ഫിറുല്ലാഹൽ അദീം. പിന്നെ അൽ ഖദീം അൽ കരീം അർ റഹീം എന്ന് തുടങ്ങുന്ന ദിക്ർ. പിന്നീട് അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത എന്ന് തുടങ്ങുന്ന, അങ്ങനെ ധാരാളം ദിക്റുകൾ, ഒരുപാട് ദിക്റുകൾ പറഞ്ഞിട്ടുണ്ട്. സുബ്ഹിക്കും അതുപോലെ തന്നെ മഗ്രിബിനും ഒക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് എന്ന് പറയുന്ന ദിക്ർ 10 പ്രാവശ്യം ചൊല്ലൽ പ്രത്യേകം സുന്നത്തുണ്ട്. അതുപോലെ തന്നെ അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അല്ലാഹുവേ നരകമോചനം എനിക്ക് നൽകണം. ഒരു ദിവസം ഒരാൾ 3 തവണ നരകമോചനം ചോദിച്ചാൽ നരകം പറയും, അല്ലാഹുവേ ഇവനെ നീ നരകത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന് ശുപാർശ ചെയ്യുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ മഗ്രിബിനും എല്ലാ മഗ്രിബിനും നമ്മളത് ചൊല്ലാം. അപ്പൊ അങ്ങനെ ധാരാളം ദിക്റുകൾ നമ്മോട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിപ്രധാനമായ ഒരു ദിക്റാണത് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു. ഇത് 33 തവണ ചൊല്ലണം. അതുപോലെ ചൊല്ലാതെ നമ്മൾ ഓടാൻ പാടില്ല. എന്താണ് അതിന്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ സബ്ബഹല്ലാഹ ഫീ ദുബരി കുല്ലി സ്വലാത്തിൻ സലാസ വസലാത്തിൻ. ഒരാൾ 33 തവണ നിസ്കാര ശേഷം സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു, വഹമിദല്ലാഹ സലാസ വസലാത്തിൻ, അൽഹംദുലില്ലാഹ് എന്ന് 33 തവണ ഒരാൾ പറഞ്ഞു, വകബ്ബറല്ലാഹ സലാസ വസലാത്തിൻ, അല്ലാഹു അക്ബർ എന്ന് 33 തവണ പറഞ്ഞാൽ ഫതിൽക തിസ്അത്തുൻ വതിസ്ഊൻ, അപ്പോൾ 99ആയി. وقال تمام المئة 100 പൂർത്തീകരിക്കുന്നതിന് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദിക്റും ചൊല്ലിയാൽ ഗുഫിറത് ഖതായാഹു വഇൻ കാനത് മിസ്ല സബദിൽ ബഹർ. സമുദ്രത്തിലെ നുരകൾ സമാനമായി തെറ്റ് ചെയ്ത മനുഷ്യനാണെങ്കിൽ അവന്റെ പാപങ്ങളെല്ലാം അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി.
നിങ്ങൾ ആലോചിച്ച് നോക്കി, 2 മിനിറ്റ് ഇതിനാവശ്യമുള്ളൂ. അപ്പോൾ ഒരു ആയത്തുൽ കുർസി എന്തായാലും അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലാൻ മറക്കരുത്. അതുപോലെ തന്നെ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ. ഇതെങ്കിലും നമ്മൾ ഒറ്റക്കൊക്കെ നിസ്കരിക്കുമ്പോൾ, ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ പിന്നെ കൂട്ടത്തിൽ അങ്ങനെ എല്ലാവരും ചൊല്ലും. ഒറ്റക്ക് നിസ്കരിച്ചാലും വേഗം ഓടരുത്. അതെങ്കിലും അവിടെ ഇരുന്ന് ചൊല്ലി ചെറിയൊരു ദുആ നമ്മൾ നടത്തി മാത്രമേ നമ്മൾ പോകാൻ. അതുപോലെ തന്നെ അതിപ്രധാനമായ ഒരു ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ജദ്ദിദു ഈമാനക്കും. നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഈമാൻ അങ്ങനെ ഇടക്കിടക്ക് പുതുക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ മൊബൈലൊക്കെ അങ്ങനെ റീചാർജ് ചെയ്യുക, ചാർജ് ഇങ്ങനെ കഴിയുമ്പോൾ കണക്ട് ചെയ്തിട്ട്. അതുപോലെ ഇങ്ങനെ ചില സമയത്ത് നമ്മുടെ ബാറ്ററി ഇങ്ങനെ ഡൗൺ ആയിക്കൊണ്ടേയിരിക്കും, ലോ അങ്ങനെ കാണിക്കും നമ്മളെ ഈമാൻ. അപ്പൊ അങ്ങനെ ഇടയ്ക്ക് ജദ്ദിദു ഈമാനക്കും, ഈമാൻ ഇങ്ങനെ റീചാർജ് ചെയ്ത് കൊടുക്കണം. അവൻ ചോദിച്ചു, കൈഫൻ ജദ്ദിദു ഈമാനെ, ഞങ്ങൾ എങ്ങനെ ഈമാനെ റീചാർജ് ചെയ്യേണ്ടത് എന്ന് സ്വഹാബത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു, അക്സിറു മിൻ ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ നിങ്ങൾ വർദ്ധിപ്പിക്കണം. അപ്പൊ അതുകൊണ്ടാണ് അഫ്ളൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 10 പ്രാവശ്യം നമ്മൾ ചൊല്ലുമ്പോൾ ഒരു ദിവസം 50 പ്രാവശ്യം നമുക്ക് ചൊല്ലാൻ അവസരം കിട്ടുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ പരമാവധി, ഇതൊക്കെ വളരെ ഷോർട്ടാക്കിയിട്ട് അതിപ്രധാനമായ ദിക്ർ മാത്രം എടുത്തതാണ്. ധാരാളം ദിക്റുകൾ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ, അദ്കാറുകളിൽ പറഞ്ഞെടുത്ത്, അദ്കാറിന്റെ ഗ്രന്ഥം ക്രോഡീകരിച്ച് നബി ഇമാമൊക്കെ ധാരാളം ദിക്റുകൾ നിസ്കാരത്തിന് ശേഷം ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാം കൂടെ ചൊല്ലാൻ കഴിയില്ലെങ്കിലും ഈ പറഞ്ഞ ദിക്റുകളെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. നമ്മുടെ ഹൃദയത്തിലൊക്കെ നല്ല മാറ്റങ്ങൾ ഉണ്ടാവും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു ഞങ്ങൾ പറഞ്ഞു കേട്ടതെല്ലാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. കുറ്റമറ്റ അമലായി ഞങ്ങളുടെ അമലുകളെ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ ഈ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ കർമ്മമായി സ്വീകരിച്ച് ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവരുടെ ഖബറിലേക്ക് എത്തിക്കണേ അല്ലാഹ്. മാതാപിതാക്കൾ, ഉസ്താദ്മാർ, ബന്ധുമിത്രാദികൾ, ദുആ കൊണ്ട് കടപ്പെട്ട പലരും ഖബറിലാണ്. അവരുടെ ഖബറിൽ നീ സന്തോഷം നൽകണേ അല്ലാഹ്. അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. അവരിൽ ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ്സും ആഫിയത്തോടെ നൽകണേ അല്ലാഹ്. ഞങ്ങൾക്കെല്ലാം റാഹത്തോടെ, ഈമാൻ സലാമത്തോടെ, ഹുസ്നുൽ ഖാത്തിമത്തോടെയുള്ള മരണം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാനുള്ള വലിയ തൗഫീഖ് നൽകണേ അല്ലാഹ്. അപകടങ്ങളിൽ നിന്ന്, പെട്ടെന്നുള്ള മരണങ്ങൾ, ദുർമരണങ്ങളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഇന്നത്തെ ദിവസം സുബ്ഹ് ജമാഅത്തിനെത്തിയ മുഅ്മിനീങ്ങളെ നീ പരിഗണിക്കണേ റഹ്മാനെ. അവരുടെ ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്. എല്ലാവിധ ഖൈറും നൽകണേ അല്ലാഹ്. ബറക്കത്ത് ചൊരിച്ചു കൊടുക്കണേ അല്ലാഹ്. എല്ലാവിധ ശർറിൽ നിന്നും കാവലേകണേ അല്ലാഹ്. പടച്ചോനെ, ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ഖദറുകളായി വല്ല വിപത്തും നീ വിധിച്ചുവെങ്കിൽ അല്ലാഹുവേ, നീ ഞങ്ങളെ സലാമത്താക്കി തരണേ അല്ലാഹ്. ഇന്നൊരുപാട് ഖൈറായ പ്രവർത്തനങ്ങളിൽ ഭാഗമാക്കാവാനും തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാനുമുള്ള ഈമാനിക കരുത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം തബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു തആല അലൈഹി സയ്യിദിനാ മുഹമ്മദിൻ വഅലൈഹി വസല്ലം. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസ്സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.